പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിന്റെ ലൈഫ് ടിപ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കുറ്റപ്പെടുത്തുന്നവർക്ക് സന്തോഷമുണ്ടാവില്ല. പിള്ളസർ പറയുന്ന ഒരു കഥയുണ്ട്. തീവണ്ടിയിൽ അഴുക്കുവസ്ത്രങ്ങൾ ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുപോകുന്ന അലക്കുകാരിയോട് സഹയാത്രിക ചോദിച്ചു, ഈ വെള്ളത്തുണിക്കകത്ത് എന്താണ്? അലക്കുകാരി പറഞ്ഞു, അതിൽ മുഴുവൻ അഴുക്കുവസ്ത്രങ്ങളാണ്. നിങ്ങളത് കാണാതിരിക്കാനാണ് വെള്ളവസ്ത്രം കൊണ്ട് ഞാനത് പൊതിഞ്ഞിരിക്കുന്നത്. ഇതിനകത്തെ തുണികളിലെ അഴുക്കുകളും ഞാൻ ആരും കാണാതെ ഒഴുക്കിക്കളയും. മറ്റുള്ളവരുടെ ദോഷങ്ങൾ എപ്പോഴും പറയുന്നവർ നമുക്കിടയിലുണ്ട്. അവർക്ക് അതൊരു ഹരമാണ്. ദോഷം മാത്രമേ ഇവർ കാണൂ. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ആരെയും സ്നേഹിക്കാനാവില്ല. സ്നേഹിക്കേണ്ടവരുടെ നല്ല വശങ്ങൾ എണ്ണി എണ്ണി മനസ്സിൽ സൂക്ഷിച്ചാലേ സ്വന്തം ഭാര്യയെ ആയാലും അമ്മയെ ആയാലും മക്കളെ ആയാലും നമുക്ക് സ്നേഹിക്കാനാവൂ. മറ്റുള്ളവരെ പറ്റി കേൾക്കുന്ന ദോഷങ്ങൾ നാം ഏറ്റുപറയാതെ മറ്റേ ചെവിയിലൂടെ ഒഴുക്കിക്കളയണം. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കാൻ കാതുകൂർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്നുകൂടുന്നത് മാലിന്യങ്ങളാണ്. നമുക്കെന്തിനു മാലിന്യ കൂമ്പാരങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം? മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി നമ്മുടെ മനസ്സുഖം എന്തിനു കളയണം? നമുക്ക് ഈ ദുസ്വഭാവം വേണ്ടെന്ന് വെക്കാം. അതോടെ നമ്മുടെ മനസ്സിനു തന്നെ വല്ലാത്തൊരു ഭാരക്കുറവ് അനുഭവപ്പെടും. സാധാരണ ഒരു മനുഷ്യൻ ഇക്കാലത്ത് അവനിലേക്ക് സ്വയം ചുരുങ്ങുന്നത് കാണാം. ഏറിയാൽ ഭാര്യ, മക്കൾ, ജോലി എന്നിവയിലേക്ക് അവൻ ഒതുങ്ങിപ്പോകുന്നു. ജോലി ചെയ്യുമ്പോൾ ഇവരിൽ പലരും ആ ജോലിക്കാര്യത്തിലേക്ക് മാത്രമായി ചുരുങ്ങിയെന്ന് വരാം. സ്വന്തം കാര്യങ്ങളിലേക്ക് കൂടുതലായി ഒതുങ്ങുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് ആഹ്ലാദത്തിലേറെ ഇച്ഛാഭംഗമാവും. ഞാനും ഭാര്യയും തട്ടാനും മതിയെന്ന ചിന്താഗതി നമ്മെ എത്രയാണ് ചെറുതാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവർക്കാണ് ഏറ്റവും അധികം സന്തോഷമില്ലായ്മ, ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ എന്നിവയൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ താല്പര്യങ്ങൾ കൊച്ചായി ചുരുങ്ങുമ്പോൾ അതിലെ ഓരോ താല്പര്യങ്ങളുടെ പ്രസക്തി വല്ലാതെ വലുതാവുന്നു. ഒരു കൊച്ചു പ്രശ്നം വരുമ്പോൾ നാം അതേ ചൊല്ലി വല്ലാതെ ടെൻഷൻ അടിക്കുകയും അസ്വസ്ഥനാവുകയും ചെയ്യും. നാം അറിയാതെ ഡിമാൻഡിംഗ് ആയി മാറുന്നു. അതോടെ നമ്മുടെ സമനില തന്നെ തെറ്റുന്നു. ലോകത്തിൽ ഏറ്റവും വലിയ കാര്യം തന്റെ അടുക്കളയിൽ മട്ടൺ ഫ്രൈ ഉണ്ടാക്കുന്നതാണെന്ന് കരുതുകയും അതിനുള്ള മുളകും വെളിച്ചെണ്ണയും വാങ്ങലാണ് പ്രധാന കാര്യമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾ ജീവിതത്തിൽ എത്ര കണ്ട് പരാജയപ്പെടുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? നാം എപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ ഓർത്ത് നമ്മുടെ മനസ്സുഖം കളയാറുണ്ടല്ലോ. ചുമലിൽ 2 വലിയ ഇരുമുടിക്കെട്ടുകളുമായി മല കയറുന്ന ആളോട് സന്യാസി ചോദിച്ചു, എന്തിനാ ഈ ചുമട്? ഇതിലൊന്ന് ദുരിതങ്ങളുടെയും മറ്റൊന്ന് ക്ലേശങ്ങളുടെയും മാറാപ്പാണ് സ്വാമി, അയാൾ ഉത്തരം നൽകി. സന്യാസി അതിലൊരു മാറാപ്പ് അഴിച്ചുവെച്ച ശേഷം ചോദിച്ചു, ഈ ഒരു കെട്ടിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളല്ലേ? ഇനി എന്തിനിത് കൂടെ കൊണ്ട് നടക്കണം? നമുക്കത് ദൂരെ കളയാം. മറ്റേ കെട്ടഴിച്ചു നോക്കിയിട്ട് സന്യാസി പറഞ്ഞു, ഓ, ഇനി താങ്കൾ അനുഭവിക്കാൻ പോകുന്ന ക്ലേശങ്ങളുടെ മാറാപ്പാണല്ലോ ഇത്. ആ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട സമയത്ത് നമുക്ക് അനുഭവിക്കാം. അതുവരെ എന്തിനീ ക്ലേശങ്ങളുടെ മാറാപ്പ് താങ്കൾ താങ്ങി നടക്കുന്നു? നമുക്കതും ഉപേക്ഷിക്കാമല്ലേ? 2 കെട്ടുകളും ദൂരെ വലിച്ചെറിഞ്ഞതോടെ അയാൾ സ്വതന്ത്രനായി. വെറുതെ ഓരോന്ന് തലയിലേക്ക് നാം നടക്കുന്നു. എന്തിനിങ്ങനെ വേണ്ടാത്ത ഭാരം നാം താങ്ങുന്നത്? ഓരോ ദിവസവും ഒരു കാര്യവുമില്ലാതെ ഒട്ടേറെ പ്രശ്നങ്ങൾ നാം തലയിലേറ്റി നടക്കുന്നു. ഒന്നാലോചിച്ചാൽ പല ഭാരങ്ങളും വെറുതെ നാം തലയിലേറ്റുന്നതല്ലേ എന്ന് നമുക്ക് തന്നെ ബോധ്യമാകുന്നു. വേണ്ടപ്പെട്ടവർ വേർപെട്ടു പോകുമ്പോൾ നമുക്കൊക്കെ വിരഹ ദുഃഖം വരാം. ചിലപ്പോഴൊക്കെ ആ ദുഃഖത്തിന്റെ ആഴം കൂടുകയും എന്തിന് അവരില്ലാതെ ജീവിക്കണമെന്ന ചിന്ത നമ്മിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ചിലർ ആത്മഹത്യയെ പോലും ചിന്തിച്ചെന്നു വരും. പ്രേമിച്ചു നടന്ന കാമുകൻ ആ ദുരന്തത്തിൽ മരിച്ചതിന്റെ ഷോക്കിലായിരുന്നു എന്റെ ഒരു കൂട്ടുകാരി സുവർണ. അവൾ അതോടെ വല്ലാതെ തകർന്നിരിക്കുകയായിരുന്നു. ഒരവസരത്തിൽ കണ്ണില്ലാതെ ഒരു ആൺകുട്ടി നല്ല ട്രാഫിക്കുള്ള റോഡിനപ്പുറം കടത്തിവിടേണ്ടി വന്നു.
അവനെപ്പറ്റി ചോദിച്ചപ്പോൾ ആ പയ്യൻ താമസിക്കുന്ന അന്ധവിദ്യാലയം കാണണമെന്ന് സുവർണയ്ക്ക് തോന്നി. സുവർണ പിറ്റേന്നു തന്നെ ആ അന്ധവിദ്യാലയത്തിലെത്തി. കണ്ണില്ലാത്ത കുട്ടികളെ സഹായിക്കാനുള്ള ദൗത്യം അവൾ സ്വയം ഏറ്റെടുത്തു. അതോടെ അവളുടെ ജീവിതത്തിന് പുതിയൊരു ലക്ഷ്യമുണ്ടായി. നല്ലത് ചെയ്യുമ്പോഴാണ് ഒരിക്കലും മൂല്യമിടിയാത്ത ഓഹരി വാങ്ങിവെച്ചതിന്റെ സന്തോഷം നമ്മിലുണ്ടാവുക. ഒരാൾക്ക് സന്തോഷം നൽകുമ്പോൾ അയാൾക്ക് മാത്രമല്ല ആഹ്ലാദം, ആ സന്തോഷം നൽകിയവനും അവാജ്യമായ ആനന്ദം കൈവരുന്നു. അങ്ങനെ കിട്ടുന്ന സന്തോഷത്തെക്കാൾ അമൂല്യമായ മറ്റെന്തെങ്കിലുമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? മറ്റുള്ളവർക്ക് നാം ആനന്ദം പകരുന്നതിന് മുമ്പ് നമ്മിൽ ആനന്ദം നിറയും. അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ സന്തോഷമാണ് മറ്റുള്ളവന്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. സന്തോഷം സ്വയം നിഷേധിക്കപ്പെട്ടവർക്ക് ഒരിക്കലും സന്തോഷം മറ്റുള്ളവർക്ക് നൽകാനാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്തിയിട്ടുള്ള ഒരു സന്തോഷവും നമുക്ക് വേണ്ടെന്ന് പറയുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള സന്തോഷത്തിന് കണ്ണീരിന്റെ ഉപ്പുരസമാണ്. അത് ശപിക്കപ്പെട്ട സന്തോഷം. മറ്റുള്ളവർക്ക് സന്തോഷം നൽകിയ ശേഷം അവർ എപ്പോഴാണ് അതിന് സമ്മാനപ്പൊതി തരുന്നതെന്ന് നോക്കിയിരുന്നാൽ നമ്മുടെ സന്തോഷവും കൂടി ഇല്ലാതാകും. സഹജീവികളോടുള്ള സ്നേഹം വളരട്ടെ. ആഹ്ലാദം ഒരു കണ്ണാടിയാണ്. സന്തോഷം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അത് നമ്മുടെ ഹൃദയ കണ്ണാടിയിൽ പ്രതിഫലിക്കും. സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. ഇത്തരം ടിപ്സുകൾ ലഭിക്കാനായി 0097155943387 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.